Last day, we have ended our session with this sources of food, that is, land based agriculture of crops, livestock, and ocean and fresh waters. Now, moving on to the next one, that is the changes caused by agriculture. നമ്മളുടെ അഗ്രികൾച്ചർ കാരണം എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദി സൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് എഫക്ട്സ്? ഓൺ സൈറ്റ് എഫക്ട്സും ഉണ്ട്, അതേപോലെ ഓഫ് സൈറ്റ് എഫക്റ്റും ഉണ്ട്. സോ വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലോക്കൽ ചേഞ്ചസ്. ലോക്കലായിട്ട് ഈ അഗ്രികൾച്ചർ കാരണം എന്തൊക്കെ ചേഞ്ചസ് ആയി ഉണ്ടായത്? വാട്ട് ആർ ദി? സോയിൽ ഇറോഷൻ, സെഡിമെൻറ്റേഷൻ, ടോക്സിൻസ് ടു വാട്ടർ ബോഡീസ്. നോർമലി കുറേ അഗ്രികൾച്ചർ ആയി വരുമ്പോൾ സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ അതിൽ നിന്നുണ്ടാവുന്ന ഡെബ്രിസ് ഒക്കെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് സെഡിമെൻറ്റേഷൻ ഉണ്ടാവും. ആൻഡ് സിമിലർലി ടോക്സിൻസ്, നമ്മൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന പല പെസ്റ്റിസൈഡ്സും വീഡിസൈഡ്സും എല്ലാം വാട്ടർ ബോഡീസിൽ കയറി അത് ടോക്സിൻസ് ആവും. ദീസ് ആർ ദി ലോക്കൽ ചേഞ്ചസ് കോസ് ഡ്യൂ ടു ദ അഗ്രികൾച്ചർ. നെക്സ്റ്റ്, റീജിയണൽ ചേഞ്ചസ്. വാട്ട് ആർ ദ റീജിയണൽ ചേഞ്ച്? ലോക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ മാത്രം ഉണ്ടാകുന്ന ചേഞ്ച് ആയിരിക്കും. ഇനി റീജിയണൽ changes. What are the regional changes? First one, deforestation. മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടായിരിക്കും നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നത്. സോ deforestation. Desertification, due to the cutting down of trees, it will turn into a desert, and that is desertification. Destroy coral reefs. നമ്മുടെ വെള്ളത്തിലെ കോറൽസ് ഉണ്ടാവില്ലേ, ഓഷ്യൻസിലൊക്കെ ഉള്ള, അതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യും ഡ്യൂ ടു ദ മെൻഷൻഡ് അബോവ് ടോക്സിൻസ് ടു വാട്ടർ ബോഡീസ്. നമ്മളുടെ പെസ്റ്റിസൈഡ്സ് എല്ലാം വാട്ടർ ബോഡീസിൽ കയറുമ്പോൾ അവിടെയുള്ള കോറൽ ലീവ്സിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നു, അത് നശിക്കുന്നു. ദിസ് ഇസ് ദ റീജിയണൽ ചേഞ്ചസ്. ആൻഡ് ദ തേർഡ് വൺ, ഗ്ലോബൽ ചേഞ്ചസ്. ലീഡിങ് ഫ്രം ദി ലോക്കൽ ആൻഡ് റീജിയണൽ ചേഞ്ചസ് ഗ്ലോബൽ ചേഞ്ചസ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ടോട്ടലി മാറും. അഗ്രികൾച്ചറിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഡിഫോറസ്റ്റേഷനൊക്കെ വരുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കുറഞ്ഞു വരുന്നു. ആൻഡ് ലേറ്റർ ചേഞ്ചിങ് ടു ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവും. ദീസ് ആർ ദി ചേഞ്ചസ് കോസ്ഡ് ബൈ. നെക്സ്റ്റ് വൺ, ദ ചേഞ്ചസ് കോസ്ഡ് ബൈ ഓവർ ഗ്രേസിങ്. നേരത്തെ ഡിസ്കസ് ചെയ്തത് അഗ്രികൾച്ചർ കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ്. ഇനി ഓവർ ഗ്രേസിങ് ഓഫ് ആനിമൽസ് കാരണം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും? ഫസ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ദ പ്ലാന്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. കാറ്റിൽ ഓവർഗ്രേസ് ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ് ഡൈവേഴ്സിറ്റി കുറയും. റിഡക്ഷൻ ഇൻ ദ വെജിറ്റേറ്റീവ് ഗ്രോത്ത്, ഇറ്റ് വിൽ ബി ഈറ്റൻ അപ്പ് ബൈ ദി കാറ്റിൽ, അപ്പം വെജിറ്റേറ്റീവ് ഗ്രോത്ത് കുറയും. തേർഡ് വൺ, ഡോമിനൻസ് ഓഫ് ദ പ്ലാന്റ് സ്പീഷീസ് വിച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കാറ്റിൽ. കാറ്റലിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ അത് കഴിക്കത്തുള്ളൂ. ബാക്കിയുള്ള ക്രോപ്സ് വിച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ, വിച്ച് ഇസ് ഹാവിങ് സം ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഓൺ കാറ്റിൽസ്, അങ്ങനെയുള്ള ക്രോപ്സ് എല്ലാം നല്ലപോലെ വളർന്നുകൊണ്ടിരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ, ഡാമേജ് ഫ്രം ദ കാറ്റൽ ട്രാം. ഈ കാറ്റിൽ നടന്ന് വരുമ്പോൾ അതിൻ്റെ ഏരിയ, ആ നടക്കുന്ന ഏരിയയിലുള്ള ക്രോപ്സിനെ മൊത്തം അത് നശിപ്പിക്കും. ദാറ്റ് ഈസ് ഡാമേജ് ഫ്രം ദി കാറ്റൽ ക്രാമ്പ്. ചിലപ്പോൾ ആ ഏരിയയിൽ നല്ല ക്രോപ്സും ഉണ്ടാവും. ഇറ്റ് വിൽ ഗെറ്റ് ഡാമേജ്. ദീസ് ആർ ദ ചേഞ്ചസ് കോസ്ഡ് ബൈ ഓവർ ഗ്രേസിങ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ? മോഡേൺ അഗ്രികൾച്ചർ കൺസെപ്റ്റ് കൊണ്ട് ടോട്ടൽ ഉണ്ടാവുന്ന നമ്മളുടെ എൻവയോൺമെൻറ്റിലെ എഫക്ട്സ് എന്തെല്ലാം, അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വി ആർ കൺസിഡറിങ് ദി ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്. പണ്ട് നമ്മൾ നോർമൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. കൗഡങ് അങ്ങനെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഫോർ ബെറ്റർ ഈൽഡ് ആൻഡ് ബെറ്റർ വെജിറ്റേറ്റീവ് ഗ്രോത്ത്, ബെറ്റർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്. ഇതുകൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ട്, കുറേ ദോഷങ്ങളും ഉണ്ട്. എന്നാൽ അതിനെ എങ്ങനെ നമ്മൾ എൻവയോൺമെൻറ്റിൽ എഫക്റ്റ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നമ്മൾ എന്താണ് ഇതിൻ്റെ യൂസ് എന്നറിയാം. വൈ വി സ്വിച്ച്ഡ് ഫ്രം ദി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ടു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ദ യൂസസ്? ഈസിയർ ടു സ്റ്റോർ, ഹാൻഡിൽ ആൻഡ് അപ്ലൈ. ഈസിയാണ്. ഇപ്പോൾ കൗഡങ്ങിനേക്കാളും എത്രയോ സുഖമാണ്. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഒരു പാക്കറ്റിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് സ്പ്രേ ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഇറ്റ് ഈസ് ഈസി ടു സ്റ്റോർ ടു. ദീസ് ആർ വൺ ഓഫ് ദ യൂസ്. സെക്കൻഡ് വൺ, ലെസ് സ്മെൽ, ലോവർ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. ഇപ്പോൾ കൗഡങ് തന്നെ എക്സാമ്പിൾ എടുത്താൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്, സ്റ്റോർ ചെയ്യാൻ പാടാണ്, അപ്ലൈ ചെയ്യാൻ പാടാണ്. അതേപോലെ തന്നെ ചീത്ത സ്മെല്ലുണ്ട്, കണ്ടാമിനേഷൻ, അതിനകത്ത് പുഴുവൊക്കെ വരാം. സോ ദീസ് ആർ സം ഓഫ് ദി ഇൽ എഫക്ട്സ് ഓഫ് ദി നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ്. പക്ഷേ ഇതിന് പകരം ഒരു നൈട്രജൻ്റെ, ഫോസ്ഫറസിൻ്റെ, പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഒരു പാക്കറ്റുകളാണ്. അതാണെങ്കിൽ അതിനെ സ്പ്രേ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ കോസസ് ഓഫ് സ്വിച്ചിങ് ഫ്രം ദി നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ടു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, ആൻഡ് ദസ് ഇറ്റ് ഈസ് ദ യൂസ്. ഇനി വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ? ഫസ്റ്റ് വൺ,
fails to give their full potential. ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഫുൾ പൊട്ടൻഷ്യൽ ചിലപ്പോൾ തന്നെന്നിരിക്കില്ല. നമുക്ക് എന്താണോ അത് ആവശ്യം അത് മൊത്തത്തിൽ അതിന് ചെയ്യാൻ പറ്റണമെന്നില്ല. സെക്കൻഡ്, എക്സസീവ് യൂസ് ഓഫ് നൈട്രേറ്റ് ഇൻ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫസ് വാട്ടർ. നമ്മൾ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നൈട്രേറ്റ് ഫോമിലായിരിക്കും ഫെർട്ടിലൈസേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ദീസ് നൈട്രേറ്റ് ഫോം വിൽ ഡിസോൾവ് ഇൻ വാട്ടർ. നമ്മൾ അത് വാട്ടറിൽ ഡിസോൾവ് ആകുക, അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് വാട്ടർ ബോഡീസിലേക്ക് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇറ്റ് എൻറ്റേഴ്സ് ദി ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫസ് വാട്ടർ ആൻഡ് കണ്ടാമിനേറ്റ് ദം. ദിസ് ഈസ് one of the effects. Third, phosphate accumulating in soil, river and water resources. നൈട്രജൻ പോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ നമ്മൾ പാക്കറ്റ് അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതും നമ്മളുടെ നൈട്രജനെ പോലെ തന്നെ വാട്ടർ ബോഡീസിലും സോയിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇറ്റ് വിൽ ഗീവ് സം ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഓൺ ഹ്യൂമൻ. ലാസ്റ്റ്, റെഡ്യൂസ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ അത് വലിയ ദോഷം ഉണ്ടാക്കത്തില്ല നമ്മുടെ സോയിലിന്. ബട്ട് ഇഫ് യു ആർ യൂസിങ് ദിസ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇറ്റ് വിൽ ഡിഗ്രേഡ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഫെർട്ടിലിറ്റിയെ നശിപ്പിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് ഓവർ ഡോസിലാണ് നമ്മൾ എല്ലാ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും സോയിലിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് ദസ് ഇറ്റ് വിൽ ഡിക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ഇതാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം, ദാറ്റ് ഇസ് ഡിസ്കസ്ഡ് ഇൻ ഹൗ ടു കൺട്രോൾ. ഫസ്റ്റ് വൺ, റിമൂവൽ ഓഫ് സബ്സിഡി ഓൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എപ്പോഴും ഒരു സബ്സിഡി കൊടുത്തിരുന്നു. ആ സബ്സിഡി എടുത്ത് മാറ്റുകയാണ്, ഇത് വാങ്ങുമ്പോൾ ഇത്ര സബ്സിഡി കിട്ടും എന്നുള്ള ആ കൺസെപ്റ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കും. ദാറ്റ് ഇസ് വൺ ഓഫ് ദ കേസ്. സെക്കൻഡ് വൺ, റിഡക്ഷൻ ഓഫ് ദ പ്രൈസ് സപ്പോർട്ട് ഫോർ ക്രോപ്സ്. ചില ക്രോപ്സിനുള്ള പ്രൈസ് സപ്പോർട്ട് നമ്മൾ കുറയ്ക്കുകയാണ്. ഈ ക്രോപ്പ് വേണ്ട, അല്ലെങ്കിൽ ആ ക്രോപ്പിന് ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യേണ്ട എന്ന രീതിയിലൊരു പ്രൈസ് സപ്പോർട്ട് കുറയ്ക്കുകയാണെങ്കിലും ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് കുറയും. തേർഡ് വൺ, റെഗുലേഷൻ ഓഫ് ദ ക്രോപ്സ് ഗ്രോൺ. ഏതൊക്കെ ക്രോപ്സാണ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ക്രോപ്സ് ഗ്രോൺ ചെയ്യുക, ഈ ക്രോപ്സ് ഗ്രോ ചെയ്യുക, അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു റിഡക്ഷൻ ഇൻ ദി കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ്. ആൻഡ് ഫോർത്ത് വൺ, ഇൻ്റർ പ്ലാന്റിംഗ് ഓർ റൊട്ടേഷൻ ഓഫ് സം ക്രോപ്സ്. ചില ക്രോപ്സിനെ ഇൻ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർ കൺസിഡറേഷൻ, ഇപ്പോൾ നമ്മൾ ഒരു ലെഗ്യൂം ക്രോപ്പാണ് യൂസ് ചെയ്യുന്നത്. ലെഗ്യൂം ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ലെഗ്യൂമിനോസ് ക്രോപ്സ്, നമ്മുടെ പയർ വർഗ്ഗങ്ങൾ ഒക്കെ നടുകയാണെങ്കിൽ നമ്മുടെ സോയിലിലെ ഫെർട്ടിലിറ്റി കൂട്ടാൻ പറ്റും. നൈട്രജൻ ഫിക്സേഷൻ ആയിട്ടുള്ള ക്രോപ്സാണ് ലെഗ്യൂമിനസ് ക്രോപ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ പയറൊക്കെ നടുകയാണെങ്കിൽ നൈട്രജൻ ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ നൈട്രജൻ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ് ആദ്യം നട്ടിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ അരി നട്ട ഒരു പാടത്താണെങ്കിൽ അതിന് ശേഷം നെക്സ്റ്റ് സീസണിൽ നമുക്ക് അരിക്ക് പകരം പയർ നടുകയാണ്. പയർ നടുമ്പോൾ പയറിലെ നൈട്രജൻ ഫിക്സ്ഡ് ആവും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദി ഡിപ്പെൻഡൻസ് ഓൺ എ കെമിക്കൽ ഫെർട്ടിലൈസർ. നമ്മൾ നൈട്രജൻ ഡയറക്റ്റായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസറായിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് ലെഗ്യൂമിനസ് ക്രോപ്പ് നടുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ഇൻ്റർ പ്ലാന്റിംഗ് ഓഫ് ഓർ rotation of some crops. These are the effects of modern agriculture. First one is artificial fertilizer. Second one is pesticides. Fertilizer ആണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി പെസ്റ്റിസൈഡ്സ്. വാട്ട് ഇസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്? ഫസ്റ്റ് വൺ, മാക്സിമൈസ് ക്രോപ്പ് പ്രൊഡക്ഷൻ. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കീടനാശിനി എന്ന് പറയുന്നത് കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളത്. കീടങ്ങളുള്ള കാരണം പ്രൊഡക്ഷൻ കുറയും. സോ ടു മാക്സിമൈസ് പ്രൊഡക്ഷൻ വി വിൽ യൂസ് പെസ്റ്റിസൈഡ്സ്. ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലൂസസ്. പോസ്റ്റ് ഹാർവെസ്റ്റ് ലൂസസ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കൃഷി ചെയ്തു, നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്ത് വെച്ച സാധനത്തിനെ പിന്നെ റോഡൻസും ഫംഗസും ഒക്കെ എഫക്റ്റ് ചെയ്യും. ഇത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫംഗിസൈഡും റോഡൻറ്റിസൈഡും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് ഈസ് പെസ്റ്റിസൈഡ്സ്. ഇതെല്ലാം പെസ്റ്റിസൈഡ്സ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിഡ്യൂസ്, ദാറ്റ് ഇസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലൂസസ്. ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കാൻ പെസ്റ്റിസൈഡ്സ് സഹായിക്കും. തേർഡ് വൺ, ഡിസീസ് കൺട്രോൾ. നേരത്തെ പറഞ്ഞ ഫംഗിസൈഡ് അല്ലെങ്കിൽ വൈറസ് എഫക്റ്റ് ചെയ്യും ചില ക്രോപ്സിനെ. അങ്ങനെ നമ്മൾ ക്രോപ്സിനെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വി വിൽ യൂസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ദിസ് ഇസ് ദസ് എ ഡിസീസ് കൺട്രോൾ മെഷർ. തേർഡ് വൺ, വീഡ് കൺട്രോൾ. ഒരു ക്രോപ്പ് ഏരിയയിൽ നോർമൽ പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ വീഡ്സ് ഉണ്ടാവും. വീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോപ്പ് അല്ലാതെ ഉണ്ടാവുന്ന ക്രോപ്സ് അല്ലാതെ ബാക്കി ആവശ്യമില്ലാത്ത ചെടികൾ വളർന്നു വരുന്നില്ലേ, അതിനെയാണ് വീഡ്സ് എന്ന് പറയുന്നത്. ആ ക്രോപ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ റൈറ്റാണ്. ബിക്കോസ് അല്ലെങ്കിൽ മറ്റേ ക്രോപ്പിൻ്റെ ഗ്രോത്ത് ഈ ക്രോപ്പ് കാരണം വളരാണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ ദാറ്റ് ഇസ് പെസ്റ്റിസൈഡ്സ് ഈസ് ഓൾസോ യൂസ് ഫോർ വീഡ് കൺട്രോൾ. ആൻഡ് ലാസ്റ്റ് വൺ, എസ്തെറ്റിക് റീസൺസ്.
കുറേ എസ്തെറ്റിക് റീസൺസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലോൺസും ഗാർഡനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരിടത്ത് കുറേ പെസ്റ്റും കുറേ വീഡ്സും ഒക്കെ ഉണ്ടായി വന്നാൽ ഇറ്റ് വിൽ ഡിക്രീസ് ദ എസ്തെറ്റിക് വാല്യൂ ഓഫ് ദാറ്റ് ഏരിയ. ആ ലോണിൻ്റെ ഭംഗി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ ഗാർഡൻ്റെ ഭംഗി നഷ്ടപ്പെടും. ഇൻ ദാറ്റ് കേസ് വി യൂസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് വീഡിസൈഡ്സ്. ദീസ് ആർ ദ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. ഇനി പണ്ട് ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിരുന്നത്? എന്തെങ്കിലും ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു പെസ്റ്റിസൈഡ്സിന് പകരം യൂസ് ചെയ്തിരുന്നത്. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത്. ദേ വർ ഫസ്റ്റ് വൺ സോൾട്ട്, സ്മോക്ക്, ഇൻസെക്ട് റിപ്പല്ലിംഗ് പ്ലാന്റ്സ്. സോൾട്ട്, സ്മോക്കും ഒക്കെ ഒരു പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. സിമിലർലി ഇൻസെക്ട് റിപ്പല്ലിംഗ് പ്ലാന്റ്സ്, നമുക്ക് നീം കേക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇഫ് വി ആർ മിക്സിങ് നീം ഒരു അരച്ച് കലക്കി നമ്മൾ ചെടിക്ക് ഒഴിച്ചാലും ചില കീടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ട്രഡീഷണൽ കൺട്രോൾ ടെക്നിക്സ്. അതേപോലെ തുളസിക്കും അതേ കൺസെപ്റ്റാണുള്ളത്. നമ്മളതിനെ അരച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്താൽ ഇറ്റ് ക്യാൻ കൺട്രോൾ എ വെറൈറ്റി ഓഫ് ഇൻസെക്ട്, ദാറ്റ് ഇസ് പെസ്റ്റ്. സെക്കൻഡ്, ഡക്സ് ആൻഡ് ഗീസ് കുറേ ഇൻസെക്റ്റിനെയും പെസ്റ്റിനെയൊക്കെ കഴിക്കും. സോ ദിസ് ഈസ് വൺ ഓഫ് അനദർ ട്രഡീഷണൽ കൺട്രോൾ ടെക്നിക്. തേർഡ് വൺ, ബേണിംഗ് ഫീൽഡ്സ് ആൻഡ് ക്രോപ്പ് റൊട്ടേഷൻ. ബേണിംഗ് ഫീൽഡ്സ്, നമ്മൾ ഒരു ഏരിയയിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ളി അങ്ങ് ബേൺ ചെയ്ത് കളഞ്ഞാൽ ഇറ്റ് വിൽ ഡിക്രീസ് ദ ഇൻസിഡൻറ്റ്, ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. കുറച്ച് നാൾ മുമ്പ് ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് ഹോപ്പറിനൊക്കെ പോലെ ഇരിക്കുന്നൊരു ജീവിയാണ്. അതിൻ്റെ ഭയങ്കര സ്പ്രെഡ് ഉണ്ടായി തമിഴ്നാട്ടിലൊരു ഏരിയയിൽ. ഇൻ ദാറ്റ് കേസ് അവർ ചെയ്ത ട്രഡീഷണൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ബേണിംഗ് ഫീൽഡ്സ് ആയിരുന്നു. അവരുടെ ആ ഫീൽഡ് മുഴുവനായിട്ട് അങ്ങ് കത്തിച്ച് നശിപ്പിച്ചു. സോ ദാറ്റ് അലോങ് വിത്ത് ദ ക്രോപ്സ് ദ പെസ്റ്റ് വിൽ ഓൾസോ ഡൈ. അതാണ് ബേണിംഗ് ഫീൽഡ്സ്. അതേപോലെ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാം. ചില ക്രോപ്പിനെ ആയിരിക്കാം ഒരു പെസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഇൻ നെക്സ്റ്റ് സീസൺ നമ്മൾ ആ ക്രോപ്പ് തന്നെ വെക്കാതെ വേറൊരു ഓൾട്ടർനേറ്റീവ് ക്രോപ്പ് വെച്ചു. അപ്പോൾ ആ പെസ്റ്റുകളെല്ലാം അവിടുന്ന് പോവും. ദിസ് ഈസ് വൺ ഓഫ് അനദർ മെത്തേഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്രിഡേറ്ററി ആൻഡ്സ്. കുറേ പ്രിഡേറ്ററി ആയിട്ടുള്ള ഇൻസെക്ട്സ് ഉണ്ട്. ഇൻ കേസ് ഇപ്പോൾ കാറ്റർപില്ലറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രിഡേറ്ററി ആൻഡ്സ് ഉണ്ട്. ദേ വിൽ കൺട്രോൾ ഇറ്റ് ട്രഡീഷണലി. നമ്മൾ പുതിയതായിട്ടൊരു പെസ്റ്റിസൈഡിനെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ദീസ് ആർ ദ ട്രഡീഷണൽ കൺട്രോൾ ടെക്നിക്സ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പെസ്റ്റിസൈഡ്സ് യൂസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, എൻവയോൺമെൻറ്റൽ എഫക്ട്സിന്. ആ പ്രശ്നങ്ങളെ നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ബാനിങ് ഡേഞ്ചറസ് കോമ്പൗണ്ട്സ്. ഈ പെസ്റ്റിസൈഡ്സിലെല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, നമുക്ക് ലീതൽ ആയിട്ടുള്ളത്. അത് കാരണമാണ് ഈ പെസ്റ്റിസൈഡ്സ് യൂസിനെ നമ്മൾ ഡീപ്രൊമോട്ട് ചെയ്യുന്നത്, അത് വേണ്ട എന്ന രീതി പറയുന്നത്. സോ വി ഷുഡ് ബാൻ ദോസ് dangerous compounds. Second one, alternate biocontrol techniques. Instead of pesticides, we should switch to some of the biocontrol agents. ബയോകൺട്രോൾ ഏജൻസിലേക്ക് നമ്മൾ മാറണം. ചില പ്രെഡേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ പ്രെഡേറ്ററി ഇൻസെക്ട്സ് അല്ലെങ്കിൽ പ്രെഡേറ്ററി പെസ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് ഇൻ ഗിവിങ് ദ പെസ്റ്റിസൈഡ് ടു ദ ക്രോപ്സ്, വി ഷുഡ് ഇൻട്രൊഡ്യൂസ് സം ബയോകൺട്രോൾ ഏജൻറ്റ്സ്. ചില ബാക്ടീരിയ ആവും, ചില ഫംഗസ് ആവും, അങ്ങനെയുള്ള ബയോകൺട്രോൾ ഏജൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. തേർഡ്, റെസ്ട്രിക്റ്റഡ് ട്രേഡ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡിൻ്റെ ട്രേഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഈ പെസ്റ്റിസൈഡ് ഇങ്ങോട്ട് വേണ്ട, ആ പെസ്റ്റിസൈഡ് ഇങ്ങോട്ട് വേണ്ട, അങ്ങനെ രീതിയിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഫോർത്ത് വൺ, ഇൻട്രൊഡ്യൂസിങ് ലൈസൻസിങ്. പെസ്റ്റിസൈഡ്സ് വെക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്നുള്ളൊരു കാര്യം നമ്മൾ അറിയിക്കുക. ഇൻ ദാറ്റ് കേസ് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസും പെസ്റ്റിസൈഡിൻ്റെ സെയിലും കുറയും. ഇൻക്രീസിങ് ദ പ്രൈസ്. പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ റേറ്റ് നല്ല രീതിയിൽ കൂട്ടുകയാണെങ്കിൽ വി വിൽ റെഡ്യൂസ് ഇറ്റ്സ് കൺസപ്ഷൻ ഓർ പർച്ചേസ്. നമ്മൾ വാങ്ങുന്നത് കുറയ്ക്കും. ദാറ്റ് ഈസ് ഇൻക്രീസിങ് ദ പ്രൈസ്. എഡ്യൂക്കേറ്റിംഗ് ടു ഡിസ്കറേജ് യൂസ്. എഡ്യൂക്കേറ്റിംഗ് ദ ലോക്കൽ പീപ്പിൾ ടു ഡിസ്കറേജ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് ചീത്തയാണെന്നുള്ള രീതിയിലുള്ളൊരു അവെയർനെസ് പീപ്പിളിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ്, എൻകറേജ് ക്രോപ്പ് റൊട്ടേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പെസ്റ്റിസൈഡ്സ് ഫോർ കൺട്രോളിങ് ദ പെസ്റ്റ്, നമ്മൾ ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുക. ഏത് ക്രോപ്പിനെയാണ് ഒരു ക്രോപ്പ് ഒരു പെസ്റ്റ് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ ആ ക്രോപ്പ് അല്ലാതെ വേറൊരു വെറൈറ്റി പ്ലാന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇൻ ദാറ്റ് കേസ് ദാറ്റ് പെസ്റ്റ് വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. നെക്സ്റ്റ്, ഹാൻഡ് വീഡിങ്. പെസ്റ്റിസൈഡ്സ് ഇടുന്നതിന് പകരം ഹാൻഡ് വീഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീഡിസൈഡ് ഇടുന്ന വീഡ്സിനെ കൊല്ലാനാണ്. ഇൻ ദാറ്റ് കേസ് നമ്മൾ പ്ലാന്റ്സിനത് കുഴപ്പമുണ്ടാക്കും. ആൻഡ് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാൻഡ് വീഡിങ് പ്രാക്ടീസ് ചെയ്യുക. കൈ കൊണ്ട് കിള പറിക്കണം. ദാറ്റ് ഈസ് ഹാൻഡ് വീഡിങ്.
സ്ട്രിക്റ്റ് കൺട്രോൾ ഓൺ മാനുഫാക്ചേഴ്സ്. പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ കൊടുക്കണം. ഈ ചില പെസ്റ്റിസൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഡേഞ്ചറസ് കോമ്പൗണ്ട്സ് ഉണ്ട്. ആ ഡേഞ്ചറസ് കോമ്പൗണ്ട്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനുള്ള സ്ട്രിക്റ്റ് കൺട്രോൾ നമ്മൾ മാനുഫാക്ചേഴ്സിൽ കൊടുക്കണം. നെക്സ്റ്റ്, ട്രീറ്റിംഗ് ദ ഡ്രിങ്കിങ് വാട്ടർ. നോർമലി പെസ്റ്റിസൈഡ്സ് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് കലങ്ങിയ വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ്. സോ ടു അവോയ്ഡ് ദാറ്റ് വി ഷുഡ് ട്രീറ്റ് ദി ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൽ ഒരിക്കലും പെസ്റ്റിസൈഡ് കണ്ടൻറ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നെക്സ്റ്റ് ഒരു കൺട്രോൾ മെഷർ. ദീസ് ആർ ദി എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ. ഫസ്റ്റ് വൺ, artificial fertilizer, and second, pesticide. Next one is water logging. Water logging is due to construction of canals for irrigation. ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ കനാൽസ് കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ കാരണമാണ് വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് ചില സ്ഥലങ്ങളിൽ കാണുന്നത്. ബട്ട് ഇതിന് ഡിട്രിമെൻ്റൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓക്സിജൻ ലെവൽ ഇൻ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് സോയിൽ കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് ദി വൺ ഓഫ് ദി ഇൽ എഫക്ട്സ് ഓഫ് വാട്ടർ ലോഗിങ്. ഈ വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് നമ്മൾ കൂടുതൽ കാണുന്നത് ഡെൽറ്റാസ് ഓഫ് ഗംഗ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, പിന്നെ സം ഓഫ് ദ പാർട്സ് ഓഫ് കേരള, ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് സാലിനിറ്റി. സാലിനിറ്റി ഈസ് ദ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് സോലബിൾ സോൾട്സ് ഇൻ സോയിൽ. സോയിലിലെ സോലബിൾ സോൾട്സ് കൂടുന്നതിനെയാണ് നമ്മൾ സാലിനിറ്റി എന്ന് പറയുന്നത്. അത് കൂടുതലും അതിന് എഫക്റ്റ് എന്ന് പറഞ്ഞത് പുവർ ഡ്രെയിനേജ് ആണ്. പുവർ ഡ്രെയിനേജ് കാരണമാണ് നമ്മളുടെ സോയിൽ സലൈൻ ആകുന്നത്, സാലിനിറ്റി കൂടുന്നത്. പൊറോസിറ്റി കുറയുമ്പോൾ, സോയിലിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന പൊറോസിറ്റി കുറയുമ്പോൾ, സോയിൽ പൊറോസിറ്റി കുറയുമ്പോഴാണ് സോയിൽ സാലിനിറ്റി കൂടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ ഡ്രൈ ഏരിയാസ് ആൻഡ് ഓൾസോ ഇൻ വെറ്റ് ഏരിയ. ഡ്രൈ ഏരിയാസിൽ സംഭവിക്കുന്നത്, ഡ്രൈ ഏരിയ ആകുമ്പോൾ വാട്ടർ ഗെറ്റ്സ് ഇവോപ്പറേറ്റഡ് ബട്ട് ദി സോൾട്ട് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദി സോയിൽ സർഫസ് ആസ് എ ക്രസ്റ്റ് ഓർ കോട്ടിംഗ്. ഒരു കോട്ടിങ് പോലെ സോൾട്ട് ഉണ്ടാവും. ആൻഡ് ദസ് ഇറ്റ് വിൽ ഡിക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ആ ഏരിയയിൽ ക്രോപ്സ് അടക്കം വളരാണ്ടാവും. ദിസ് ഈസ് ദ അനദർ മെത്തേഡ്. ആൻഡ് ഹൗ ടു കൺട്രോൾ. എങ്ങനെയാണ് നമുക്ക് സാലിനിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ബൈ ഇംപ്രൂവിങ് ദ ഡ്രെയിനേജ്. ഡ്രെയിനേജ് കുറയുമ്പോഴാണ് സോലബിൾ സോൾസ് സോയിലിൽ തന്നെ നിൽക്കുന്നത്. സോ ഇംപ്രൂവ് ദ ഡ്രെയിനേജ്. ഈ ഡ്രെയിനേജ് കൂട്ടുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് റീക്ലെയിമിങ് ബൈ ലീച്ചിങ് വിത്ത് വാട്ടർ. വാട്ടർ വെച്ച് ഹെവി ഇറിഗേഷൻ കൊടുക്കുകയാണ്. ഒരു ഏരിയയിൽ സാലിനിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ഹെവി ഇറിഗേഷൻ കൊടുക്കുക. അപ്പോൾ നോർമലി ദ soil porosity will increase and thus the drainage will get okay and thus there will be no soluble salts in soil. അങ്ങനെ സാലിനിറ്റി കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദി കൺട്രോൾ മെഷർ. നൗ നമ്മളൊരു കേസ് സ്റ്റഡി നോക്കുകയാണെങ്കിൽ കേറ്റേഴ്സൺ വൈൽഡ് ലൈഫ് റെഫ്യൂജ് ഇൻ കാലിഫോർണിയ. ഇതൊരു കേസ് സ്റ്റഡിയാണ്. ബിക്കോസ് ഇൻ 1983 നമ്മൾ അവിടെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ബേർത്ത് ഡിഫക്ട്സ് കാണാൻ തുടങ്ങി. ബേർഡ്സിലൊക്കെ ജനിക്കുമ്പോൾ തന്നെ ആയിട്ട് കുറച്ച് അസുഖങ്ങൾ അല്ലെങ്കിൽ ഡിഫക്ട്സ് കാണാൻ തുടങ്ങി. ഓൺ സ്റ്റഡീസ് ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സെലീനിയം. സെലീനിയത്തിൻ്റെ ഡെപ്പോസിറ്റ് വളരെയധികം കൂടുതലുള്ളത് കൊണ്ടാണ് ബേർഡ്സിനെല്ലാം ബേർത്ത് ഡിഫക്ട്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇറ്റ് വാസ് ഡ്യൂ ടു ഇറിഗേഷൻ വാട്ടർ കൊണ്ടായിരുന്നു ഇത്രയും സെലീനിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടി വന്നത്. ആൻഡ് ഡ്യൂ ടു ഡ്രൈനെസ്, നമ്മൾ ആ ഏരിയ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഈ വാട്ടർ, നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്യുന്നു ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് സെലീനിയം കീപ്പ് ഓൺ ഇൻക്രീസിങ്. ദിസ് ഈസ് വൺ ഓഫ് ദി കേസ് സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദി എനർജി റിസോഴ്സ്. നമ്മൾ ലാസ്റ്റ് ലാൻഡ് റിസോഴ്സസ് ഇനിയുണ്ട്. സോ now we are discussing the energy resources. 2000 calories of energy per day for metabolism. നമുക്ക് ഒരാൾക്ക് വേണ്ടത് 2000 കലോറിയാണ് പെർ ഡേ. നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടതാണ് 2000 കലോറീസ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദി എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടെക്നിക്കൽ പവർ. എനർജി റിസോഴ്സ് എപ്പോഴും ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ടെക്നിക്കൽ ചേഞ്ചിന് വേണ്ടി, ടെക്നിക്കൽ ചേഞ്ച് പവർ ജനറേഷൻ ആൻഡ് എനർജി കൺസപ്ഷൻ, നമ്മളുടെ പവർ ജനറേഷന് വേണ്ടിയിട്ട് എനർജി വേണ്ടേ. സോ ഫോർ ദീസ് ഓൾ എനർജി റിസോഴ്സസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ ഡീറ്റെയിൽ നമ്മൾ അതിൻ്റെ യൂസസ് നോക്കുകയാണെങ്കിൽ എനർജി എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുക? കുക്ക് ചെയ്യാൻ, ഹീറ്റ് ചെയ്യാൻ, ലൈറ്റ് ചെയ്യാൻ, ട്രാൻസ്പോർട്ടേഷൻ, മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, കുക്കിംഗ് ഓഫ് ഫുഡ്, ദെൻ ഹീറ്റിംഗ് എനിത്തിങ്, ഹീറ്റിംഗ് ഫുഡ് ആകാം അല്ലെങ്കിൽ വേറെ എന്ത് പ്രൊഡക്റ്റ് ആകാം. ആൻഡ് ഇറ്റ് ഓൾസോ ഫോർ ലൈറ്റിംഗ്.
നമ്മളുടെ വീട്ടിലെ ലൈറ്റിന് വേണ്ടിയിട്ട് ഇറ്റ് റിക്വയർസ് പവർ. സോ ദീസ് ആർ സം ഓഫ് ദ യൂസസ് ഓഫ് എനർജി റിസോഴ്സസ്. And now, if we are discussing, it can be classified into many types. What are they? First classification ആണ് commercial fuels and non-commercial fuels. Commercial fuels are those fuels which includes coal, lignite, petroleum, natural gas and electricity. അതിനെയൊക്കെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഫ്യൂൽസ് എന്ന് പറയുന്നത്. നൗ ദ നോൺ കൊമേഴ്ഷ്യൽ ഫ്യൂൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫ്യൂൽ വുഡ്, കൗഡങ്, അഗ്രികൾച്ചർ വേസ്റ്റ് എക്സെട്ര. ഇതെല്ലാം കൊമേഴ്ഷ്യൽ യൂസിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലും നോൺ കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂവൽസും. ദിസ് ഇസ് വൺ ഓഫ് ദി ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഇസ് പ്രൈമറി എനർജി റിസോഴ്സസ് ആൻഡ് സെക്കൻഡറി എനർജി റിസോഴ്സസ്. വാട്ട് ഈസ് പ്രൈമറി എനർജി റിസോഴ്സസ്? It includes the resources those which are mined or obtained from the environment like fossil fuels. Fossil fuels ആയിട്ട് coal, lignite, petroleum, natural gas, അതേപോലെ ന്യൂക്ലിയർ, വാട്ടർ, സോളർ, വിൻഡ്, ഓഷ്യൻ, ജിയോതെർമൽ എനർജി, ഇതെല്ലാമാണ് പ്രൈമറി റിസോഴ്സസ്. കമ്മിങ് ഓൺ ടു ദ സെക്കൻഡറി എനർജി റിസോഴ്സസ്, it does not occur in nature. Instead, they are derived from the primary energy resource. പ്രൈമറി എനർജി റിസോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയായിരിക്കും അതിന് എക്സാമ്പിൾ വരിക? പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക്കൽ എനർജി, ഇതെല്ലാമാണ് സെക്കൻഡറി എനർജി റിസോഴ്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആർ fossil fuels, petroleum and natural gas, water, അതേപോലെ ന്യൂക്ലിയർ എനർജി. ദീസ് ഓൾ ആർ കൺവെൻഷണൽ എനർജി റിസോഴ്സ്, കൺവെൻഷണൽ ആയിട്ടുള്ളത്. വാട്ട് ആർ ദ നോൺ കൺവെൻഷണൽ? ദേ ആർ സോളാർ, വിൻഡ്, ജിയോതെർമൽ, ഓഷ്യൻ, ബയോമാസ് ആൻഡ് ഹൈഡ്രജൻ, ലൈക്ക് ദോസ്. അതിനെയൊക്കെയാണ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഇസ് നോൺ റിന്യൂവബിൾ ആൻഡ് റിന്യൂവബിൾ energy resources. Non-renewable energy resources are exhaustible and cannot be replaced once they are used. ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ അവൈലബിൾ ഇൻ ലിമിറ്റഡ് എമൗണ്ട് ആൻഡ് ഡെവലപ്പ് ഓവർ എ ലോങ് പീരീഡ്. കുറേ നാളുകളെടുത്ത് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിലുണ്ടോ അതിൻ്റെ കൂടെ തന്നെ അത് കുറേ നാളുകളെടുത്തേ റിന്യൂഡ് ആവുള്ളൂ. ദീസ് ആർ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ്. വാട്ട് ആർ റിന്യൂവബിൾ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻഎക്സോസ്റ്റബിൾ ആയിരിക്കും. ക്യാൻ ബി റീപ്ലേസ് ആസ് വി യൂസ് ദം. നമ്മൾ ഉപയോഗിച്ചാലും ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്. ദാറ്റ് ഈസ് ദേ ക്യാൻ ബി യൂസ് ടു റീപ്രൊഡ്യൂസ് എനർജി എഗെയിൻ ആൻഡ് എഗെയിൻ. ദെയർ അവൈലബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെ റിസോഴ്സ് ആയിരിക്കും? സോളാർ, വിൻഡ്, വാട്ടർ, ജിയോതെർമൽ, ടൈഡ് ആൻഡ് ബയോമാസ് എനർജി. അതൊക്കെയാണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ വരുന്നത്. ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി റിസോഴ്സസ്. Now, the role of renewable resource. ഈ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യേണ്ടത് എനർജിയിൽ. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റീപ്ലേസ് ഓർ ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ആഫ്റ്റർ യൂസ്. അത് എക്സോസ്റ്റഡ് ആയി പോകുന്ന ഒന്നല്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്വിച്ച് ഫ്രം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ടു റിന്യൂവബിൾ റിസോഴ്സസ്. ആൻഡ് നൗ വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദ റോൾ ഓഫ് വേരിയസ് റിന്യൂവബിൾ റിസോഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ഹൈഡൽ പവർ. ഹൈഡൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡൽ ഫ്രം വാട്ടർ ഇറ്റ് വിൽ ബി, ദാറ്റ് ഈസ് ഹൈഡൽ പവർ. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? ചീപ്പസ്റ്റ് ആൻഡ് വേഴ്സറ്റൈൽ, റിന്യൂവബിൾ, റിലയബിലിറ്റി ഈസ് മോർ, വി ക്യാൻ റിലേ ഓൺ ദാറ്റ് ഫോർ മോർ, ലോങ്ങർ ലൈഫ്, പ്ലാന്റ്സ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്വിക്ക് സ്റ്റാർട്ടപ്പ്. വേഗം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ഫ്ലെക്സിബിളാണ് ഈ ഹൈഡൽ പവർ പ്ലാന്റ്സ് എല്ലാം. നോ പൊല്യൂഷൻ, ഹൈ എക്കണോമിക് യൂട്ടിലിറ്റി, ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഹൈഡൽ പവർ പ്ലാന്റിൽ വർക്ക് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. സോ ദാറ്റ് thereby it increase the employment opportunity. Aid in flood control, irrigation, recreational sites, etc. Flood control time. ഇങ്ങനെ ഒരു ഹൈഡൽ പവർ പ്ലാന്റ് ഉണ്ടെങ്കിൽ it will reduce, eventually it will reduce the flood and also irrigation and recreational site ആയി മാറും. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുക. that is dam is one of the hydel power plant we can see. ഡാംസ് എപ്പോഴും ഒരു റിക്രിയേഷണൽ സൈറ്റാണ്. ഇടുക്കി ഡാം കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളൊക്കെ വരും. സോ ഇറ്റ് ഈസ് ഓൾസോ എയ്ഡിങ് ഇൻ റിക്രിയേഷണൽ സൈറ്റ്സ്.
മൂവിങ് ഓൺ ടു ദി ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ഹ്യൂജ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനൊരു ഹൈഡൽ പവർ പ്ലാൻ ഉണ്ടാകണമെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം വേണം. ദാറ്റ് ഈസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെരി ഹ്യൂജ്. സെക്കൻഡ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ. ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ടെറിട്ടറി, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും നമ്മൾ ഡാം കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ ഒരു ഏരിയയിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ. നെക്സ്റ്റ് വൺ, ഡാമേജ് ടു ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ്. നോർമലി ഒരു ഫോറസ്റ്റ് ഏരിയയിലായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ക്രോപ്സിനെയൊക്കെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ട്രീസൊക്കെ വെട്ടും. സോ ഇറ്റ് ഈസ് എ ഡാമേജ് ടു ദി എൻവയോൺമെൻറ്റ്. അല്ലെങ്കിൽ എല്ലാം സ്ലാഷ് ബേൺ ചെയ്യുന്നു, ഫുള്ളി കത്തിച്ച് കളയും. It will also decrease the fertility of land. These are the role of renewable resource. First one, hydel power. Second one is solar energy. സോളാർ എനർജിയുടെ കുറച്ച് റോൾസ് ആണ് പറയുന്നത്. വാട്ടർ ഹീറ്റിങ്ങിന് എടുക്കാം, എയർ കണ്ടീഷനിങ്, ഗ്രീൻ ഹൗസ്, തെർമൽ ഇലക്ട്രിസിറ്റി, ഫോട്ടോവോൾട്ടായിക് എനർജി, ഡീസാലിനേഷൻ, ഡ്രൈയിങ്, സോൾ പ്രൊഡക്ഷൻ. ഇതിനെല്ലാം നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാം. സം ഓഫ് ദ കേസ് സ്റ്റഡി ആണ് ഇനി ലേറ്റർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മെഡിക്കൽ കോളേജ് റോട്ടക്കിലെ മെഡിക്കൽ കോളേജിൽ 25,000 liters ഓഫ് വാട്ടർ അറ്റ് 65 ഡിഗ്രി ബേൺ ചെയ്യാൻ വേണ്ടി സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഫസ്റ്റ് സോളാർ ഡീസാലിനേഷൻ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഹരിയാന ടൂറിസ്റ്റ് കോംപ്ലക്സ് ആണ്, അറ്റ് ഡബ്ചിക്. അവിടെ 2000 liter ഓഫ് പോർട്ടബിൾ വാട്ടറിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡീസലൈറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിയാൽ, കൊച്ചിൻ എയർപോർട്ടാണിത്. അവിടെ നമുക്ക് പോകുമ്പോൾ കാണാം, ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും സോളാർ പാനൽസ് വെച്ചിരിക്കുന്നത്. സോ ദ കംപ്ലീറ്റ് ഓപ്പറേഷൻസ്, കൊച്ചിൻ എയർപോർട്ടിലെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നത് ആ സോളാർ പാനൽസിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ. സോളാർ എനർജിയുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊജക്റ്റ് ഇൻ ഇന്ത്യ ആണ് സിയാൽ കൊച്ചി. സോ ടുഡേ വി ക്യാൻ എൻഡ് അപ്പ് ദ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മെയിൻലി എനർജി റിസോഴ്സസും പിന്നെ പെസ്റ്റിസൈഡ്സ് യൂസ്, എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചറുമാണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇൻ മോഡേൺ അഗ്രികൾച്ചർ ദ എഫക്ട്സ് വി ഹാവ് ഡിസ്കസ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, then pesticides, then what are the ways in which we can control that pesticide use, then one of the case study of pesticide use, that is Ketterson Wildlife Refuge. Then energy resources discuss ചെയ്തു, its uses, അവരുടെ classification and the role of renewable resources and the case study. So ഇന്നത്തെ അസൈൻമെൻറ്റ് വരുന്നത് എനർജി റിസോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഞാൻ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ദിസ് വേർതെ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. യു വോണ്ട് ടു റൈറ്റ് ദിസ്, എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ, അത് വിത്ത് എക്സാമ്പിൾസ് എഴുതുക. ദിസ് ഈസ് ദ അസൈൻമെൻറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ആൻഡ് താങ്ക് യു.